കണ്ണൂരിലും കോൺഗ്രസുകാർ ഉണർന്നു. ഉണർന്നതല്ല, ഉണർത്തിയതാണ്. അർദ്ധരാത്രിയിൽ കോൺഗ്രസുകാരടക്കം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതോ ദുഷ്ടശക്തികൾ കണ്ണൂർ DCC ഓഫീസ് ആക്രമിച്ചു. അത് കേട്ടാണ് കോൺഗ്രസുകാർ ഉണർന്നു വന്നത്. കോൺഗ്രസ് ഇവിടെ ഒരു സംഘർഷത്തിൽ കക്ഷിയല്ല. അപ്പോൾ സംഘർഷം പടർത്താനുള്ളൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇപ്പോ ഈ ബൈക്കുകളിലൊക്കെ പോയിട്ടാണല്ലോ ആളുകൾ ഇത്തരം ആക്രമണം നടത്തുന്നത്. അപ്പൊ ആരാണെന്ന് വ്യക്തമായി പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഓഫീസ് തുറക്കാനുള്ള ശ്രമം, ഷട്ടർ പൊട്ടിക്കാനുള്ള ശ്രമം ഉണ്ടായി. ശബ്ദം കേട്ട് അടുത്ത വീട്ടുകാർ ലൈറ്റ് ഇട്ടപ്പോഴാണ് അക്രമകാരികൾ വാഹനത്തിൽ പോയി എന്ന് അവർ പറഞ്ഞ വിവരം മാത്രമേ നമുക്കുള്ളൂ. ഫർണിച്ചറുകളൊക്കെ എടുത്ത് റോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ആസൂത്രിതമായ ശ്രമം ഏതോ ഭാഗത്ത് ഇതിന്റെ പിന്നിലുണ്ട്. ഇന്നലെ നഗരത്തിൽ SFI പ്രകടനം നടത്തിയപ്പോൾ ഞങ്ങളുടെ കളക്ട്രേറ്റ് ധർണയുടെ ബോർഡുകളൊക്കെ നശിപ്പിച്ചിരുന്നു. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞ പ്രകടനം ഇതായിരുന്നു. അത് പൂർണ്ണമായും കോൺഗ്രസിനെതിരായിരുന്നില്ല, സുധാകരനെതിരായിരുന്നു. K. സുധാകരൻ സാങ്കേതികമായി കോൺഗ്രസിലായതുകൊണ്ട് കോൺഗ്രസിനെതിരായിരുന്നു എന്നും വേണമെങ്കിൽ പറയാം. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇപ്പോ ഈ നമ്മുടെ കണ്ണൂരുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് CCTV ക്യാമറ ഇതിന്റെ തൊട്ടടുത്ത 2 സ്ഥാപനങ്ങളിലുണ്ട്. പരിശോധിച്ചാൽ അക്രമകാരികൾ ആരാണെന്ന് വ്യക്തമാവും. അത് കണ്ടെത്താൻ പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിക്കട്ടെ. എന്തായാലും DCC ഓഫീസിന് നേരെയുള്ള ഒരു ആക്രമണം ചെറുതായി കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. വളരെ ഗൗരവത്തോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. അതേ ഗൗരവത്തോടെ തന്നെയാണ് CPM-ഉം ഇതിനെ കണ്ടത്. കൂടിയാണ് ഇവിടെ ഈ അലമാറ നമ്മുടെ റോഡിന് ഷെൽഫുള്ളത്. ഇവിടെ സൈഡിൽ കൂറുണ്ടായിരുന്നു, ഇവിടെ കസേലകൾ, ആ സൈഡിൽ ഒരു ഷെൽഫുണ്ട്. പൊട്ടിക്കാനൊരു ശ്രമം നടന്നു. പക്ഷെ ശബ്ദം കേട്ട് അവർ ലൈറ്റിട്ടപ്പോൾ വാഹനത്തിൽ അക്രമികൾ തോന്നുന്നു അത്രമാത്രം അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ അറിയുന്നു ഇല്ലില്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ മുകളിൽ വാഹനം ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ടെന്നും പറഞ്ഞു. അവർ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്ത് അവിടെ ഐസ് ഫാക്ടറി എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സലാമ ഹോസ്പിറ്റൽ ഇവിടെ വർക്കിംഗ് ഇല്ല, ഈ വീട്ടിലുണ്ട് പക്ഷെ വർക്കിംഗ് അല്ല. അവിടെ ഒരു കൊടിമരവും പോയിട്ടുണ്ട് ആലക്കുളത്ത്. അപ്പൊ അവിടെ ഐസ് ഫാക്ടറി എടുത്ത് ക്യാമറയുണ്ട്, അൽസലാമ ഹോസ്പിറ്റലുണ്ട്. ക്ലിയർ ആയിട്ട് പോലീസിന് നോക്കിയാൽ 11:30 കൂടിയാണല്ലോ. ശേഷമാണ് ഇത്ര വരെ ഇവിടെ ആൾക്കാരുണ്ട്. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ വെറുതെ ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്നതല്ല. പാർട്ടി തീരുമാനമാണ്, മേൽഘടകത്തിന്റെ നിർദ്ദേശമാണ്. വാർത്ത കണ്ടിട്ട് കോടിയേരി DC ഓഫീസിൽ അവര് വിളിച്ചു പറഞ്ഞാൽ പിന്നെ ചാനൽ നോക്കിയത് കഴിഞ്ഞ ദിവസം ടൗണിൽ ബോർഡുകൾ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രവർത്തകന്മാർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതാണ് അതിന്റെ ഒരു വികാരപരമായിട്ടുള്ള പ്രശ്നം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ CCTV ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ആരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വരട്ടെ. അതെ അതെ അതെ. തലേ ദിവസം CPM-കാരും ഒരു വിഭാഗം കോൺഗ്രസുകാരും പരസ്പരം പോരിന് വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയതിനാൽ കൊന്നത് ഭീമൻ തന്നെ എന്ന്
DCC പ്രസിഡന്റ് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഡിറ്റക്റ്റീവുകൾ അങ്ങനെയല്ല ചിന്തിക്കുക. ചില അക്രമ സംഭവങ്ങളിൽ സംശയിക്കപ്പെട്ടവരല്ല പ്രതികളായിട്ടുള്ളത്. ഇപ്പോൾ ഇതിനടുത്താണ് തളാപ്പ്. ആ തളാപ്പ് ഓലച്ചേരിക്കാവിനടുത്ത് BJPയുടെ നേതാവ് സുശീൽ കുമാർ ആക്രമിക്കപ്പെട്ടു. അവിടെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമം നടന്നത് CPMനെയാണ്. പക്ഷെ പോലീസ് പഴുതടച്ച അന്വേഷണം നടത്തിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് അക്രമം നടത്തിയത് എന്ന് കൃത്യമായ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അതിലെ അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേപോലെ DCC ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുൻവിധിയില്ലാതെ അന്വേഷണം നടത്തണം എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ദിനം കൂടി ചൂടായി വന്നു. KSUക്കാർ തെരുവിലെത്തി. സമരം സ്വാശ്രയ മാനേജ്മെന്റിനെതിരാണെങ്കിലും ഏറ്റുമുട്ടുന്നത് പോലീസുമായിട്ടാണല്ലോ. നീയാണ് ഇപ്പൊ പോലീസുകാരെ പിള്ളേരെ പിടിച്ച് കയറി ഞാൻ കണ്ടത്. പിടിയിൽ വന്ന 2 KSUക്കാരെ പോലും വിട്ടുകൊടുത്ത് തിരിച്ചുപോയത് കണ്ണൂർ ടൗൺ CI രത്നകുമാറാണ്. അത് പക്ഷേ വിജയകരമായ ഒരു പിന്മാറ്റം മാത്രമായിരുന്നു. അവിടെ നിൽക്കില്ല സാറേ, തമാശല്ല. ഞങ്ങൾക്ക് ആളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുവേ. ഒരൊറ്റ ഒരുത്തം വെള്ളമായിട്ട് പുറത്തിറങ്ങി നിൽക്കില്ലേ പറഞ്ഞേക്കാം. വെള്ളം മാറ്റമുണ്ട്. അല്ല അകത്ത് കയറിയിരുന്നോ? പോലീസിന്റെ 2ാം വരവിന് മുൻപായി
DCC ഓഫീസിൽ നിന്നിറങ്ങി കാറിൽ കയറി പോയത് ആരാണ് എന്ന് കണ്ടില്ലേ? അതെ, KK രാഗേഷ് തന്നെ, CPMന്റെ MP. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടതിൽ അനുശോചിക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. MP പോയതോടെ പോലീസ് പണി തുടങ്ങി. KSRTC ബസ്സിന് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു. അതിലെ പ്രതികളെ പിടിക്കാൻ എവിടെ വന്നു? പിടിച്ചു. അവിടെ 5 പേരായിട്ട് കുട്ടികൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായി. അവിടെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ പ്രസിഡന്റ് പറയട്ടെ, ഇതിന് മുമ്പും പ്രകടനവും അറസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഉണ്ടായ ഇവരിവിടെ ചെയ്തത് വണ്ടി നോക്കിയാൽ മതി. DYSP സദാനന്ദനാണ് രണ്ടാം വരവിൽ പോലീസിനെ നയിച്ചത്. അദ്ദേഹത്തിനും പക്ഷേ KSUക്കാരെ കൊണ്ടുപോകാനായില്ല. പിന്നെയും പിന്മാറേണ്ടി വന്നു. എങ്കിൽ പിന്നെ ഓഫീസിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചേക്കാമെന്ന് വെച്ചു. എന്തായാലും ആ കേസും അന്വേഷിക്കേണ്ടതാണല്ലോ. അന്വേഷിച്ച് തീരും വരെ കാത്തു നിൽക്കാൻ പൊളിമിക്സിനാവില്ല. പോവുകയാണ്. നന്ദി, നമസ്കാരം.